കോട്ടയത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയതിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. തൊടുപുഴയിൽ പ്രസവിച്ച കുഞ്ഞിനെ കൈമാറിയത് കൊല്ലം സ്വദേശിനിക്ക്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവം നടന്നത്. പ്രസവ ചെലവുകൾ വഹിച്ചതും കൊല്ലം സ്വദേശികളായ ദമ്പതികളെന്നും പോലീസ് കണ്ടെത്തൽ. ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിച്ച ഗർഭിണിയാണ് തൊടുപുഴയിൽ പ്രസവിച്ചത്. തിരുനെൽവേലി സ്വദേശി മൂപ്പിലി രാജ മുഖ്യ സൂത്രധാരനെന്നും പോലീസ്. രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഈ നാടിനെ ഞെട്ടിച്ച വാർത്തയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന ഒരു സംഘം വളരെ ആക്റ്റീവായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. മുഖം കടക്കേണ്ടതില്ലേ? ആര്യ, നവജാത ശിശുക്കളെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഇടുക്കി ജില്ലയിലേക്കും വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസാണ് സ്വമേധയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് കാരണം ഈ കേസിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിലെ പ്രധാന പ്രതിയായിട്ടുള്ള തിരുനെൽവേലി സ്വദേശി മൂപ്പിൽ രാജയുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരു യുവതിയെ പ്രവേശിപ്പിച്ചുവെന്നും അവർ പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലം സ്വദേശിക്ക് കൈമാറി എന്നുമായിരുന്നു ആ പ്രധാന പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് കേസ് എടുത്തത്. ഇന്നലെ രാത്രിയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരം പോലീസ് ലഭിച്ചിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള കൃഷ്ണശ്രീക്കാണ് ഈ കുഞ്ഞിനെ കൈമാറിയത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കൃഷ്ണശ്രീ ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ആ യുവതിയും അതേ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ആയ ശേഷം പ്രസവം നടക്കുകയും ചെയ്തു. ഈ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ സ്ത്രീയുടെ പ്രസവ ചെലവ് ഉൾപ്പെടെ കൃഷ്ണശ്രീയാണ് വഹിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൃഷ്ണശ്രീയും ഭർത്താവുമാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇവരുടെ അഡ്രസ് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് നോട്ടീസ് നൽകും. അതിനുശേഷം ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്യും. എന്തായാലും ഈ കേസിൽ നിലവിൽ തിരിച്ചറിയാവുന്ന രണ്ട് പ്രതികളുടെ പേരാണുള്ളത്. അതിലൊന്ന് നേരത്തെ പിടിയിലായിട്ടുള്ള തിരുനെൽവേലി സ്വദേശി മൂപ്പിൽ രാജയും മറ്റൊന്ന് ഈ കുട്ടിയെ വാങ്ങിയിട്ടുള്ള കൃഷ്ണശ്രീയുമാണ്. നിയമപരമായിട്ടല്ല ഈ കുട്ടിയെ കൈമാറിയിരിക്കുന്നു എന്ന കണ്ടെത്തൽ കൂടിയാണ് പോലീസ് ഉള്ളത്. അത് അങ്ങനെ വരികയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇവർക്കുമേൽ ചുമത്തുകയും ചെയ്യും. ഈ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ നവജാത ശിശുക്കളെ കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട്. അതിനിടെ ഈ കോട്ടയത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ അസം സ്വദേശി ആയിട്ടുള്ള യുവതിയുമായി ഈ മൂപ്പിൽ രാജ സംസാരിച്ചതിന്റെ ചാറ്റുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാനപ്പെട്ട കേസാണ്. ആ കേസിൽ നിർണായകമായ അന്വേഷണം നടത്തി ഈ പ്രതികളെ എല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് ഈ കൃഷ്ണശ്രീക്കാണ് തൊടുപുഴയിൽ പ്രസവിച്ച കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നത് എന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആര്യ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഓരോ നിമിഷവും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു കൊല്ലം സ്വദേശികളായ ദമ്പതികളിൽ മാത്രമാണ് എത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്ത് വ്യാപകമായി ഇത്തരത്തിൽ കുട്ടികളെ വിറ്റു എന്നുള്ള ഒരു നിഗമനം ഇപ്പോൾ പോലീസിന് മുന്നിലുണ്ട്. അതിലേക്കാണ് കൂടുതൽ അന്വേഷണം എത്തേണ്ടത്.